എടുത്തോ, അവർ നോക്കുന്നില്ല. എങ്ങാട്ടെ ഇപ്പം മേടിക്കും പറ. അയ്യോ എൻ്റെ ഹലോ, ദേ പിന്നെയും വന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻട്രോ പറയാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇൻട്രോ ഇല്ലാതെ വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് താല്പര്യമുള്ള കാര്യം. പക്ഷെ ഇൻട്രോ ചുമ്മാ കിടക്കട്ടെ. പിന്നെ എൻ്റെ കൂടെ ശ്രീജുണ്ട്. ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ മന്ത് എൻഡ്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പം നമുക്ക് അവിടുത്തെ ഇതെല്ലാം കാണിച്ചു തരാം. അത് വേറെ മറ്റേ സ്ഥലമായിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് പോകത്തില്ലേ. ഇന്നും എന്നത്തെയും പോലെ ഒരു സണ്ണി ഡേ ആണ് കേട്ടോ. ശ്രീജ ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണാവേ. ശ്രീജ സോമൻ ഇവിടെ ഫുള്ള് വണ്ടാണോ? തേനീച്ച. വട്ടം കറങ്ങും ജോസ്ന, നല്ലതായിരിക്കും. വണ്ട് കുത്തിയ പണി തീരുവേ. ഫോട്ടോസ് എടുത്ത് നമ്മള് ടെൽഫോർഡിലേക്ക് കയറി. ശ്രീജ, നമ്മൾ ഏത് കടയിലാണ് ഫസ്റ്റ് കയറാൻ വേണ്ടി പോന്നേ? വേണ്ട വേണ്ട പറയണ്ട. ഇപ്പൊ കയറിയേക്കുന്നത് ബൂട്ട്സിലാണ്. ഹാൻഡ് വാഷ് ആണോ? ഇത് ബോഡി വാഷ്. കാണാനൊരു കുമ്പില്ലേ? നാട്ടുകാർക്കൊക്കെ പൈസ കുറഞ്ഞ സാധനമാണ് ശ്രീജ കൊണ്ട് തരുന്നത് കേട്ടോ. ഞാൻ ഇടും. ഇന്ത്യൻ ബോഡി വാഷ്. ഫ്രീ ആയിട്ട് കിട്ടിയ ക്ലാസ് അത് നല്ലതാ അല്ലേ? കാണിച്ചാൽ നോക്കട്ടെ. ഈ സാധനം ഇല്ലാതെ നല്ലതാ, നല്ല കളർ. ഒരു ഗോൾഡൊക്കെ വരുന്ന കാരണം റിച്ച് ലുക്കുണ്ട്. എടി ഇത് നല്ല എടി ജസ്റ്റ് നോക്കിയേ. കൊള്ളാം. ഒരു ഓളമുണ്ട്. മീൻ തലയ്ക്ക് ഓളമൊക്കെ പിടിച്ചാൽ ലുക്ക്. ഇത് നല്ല എടി, അത് നല്ല അല്ലേ? അങ്ങനെ ക്യാറ്റായി പോലെ. ക്യാറ്റായി പോലെ നല്ല രസമുണ്ട്. എനിക്കിഷ്ടം. ട്രൈ ചെയ്തു. എനിക്ക് ക്യാറ്റായി പോലെ. ഇവിടെ നോക്ക്. ഗൈസ്, ഇതാണ് ടിപ്പിക്കൽ ജോസ്ന. ഏതെങ്കിലും ലിപ്സ്റ്റിക് ബ്രാൻഡ് കണ്ടാൽ സ്റ്റക്കായി പോകും. അതല്ല, ഞാനൊരു ഏതായിരുന്നു 150 ആയിരുന്നു. ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലോറിയൽ പാരീസിൻ്റെ സെക്ഷനിലാണ്. നല്ലതാണോ? എനിക്കിത് നിനക്കല്ലേ ഈ ഷെയ്ഡ്? ഇനി ഇട്ടേക്കുന്ന ഇപ്പം അതാ.
ബട്ട് ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. ഞാൻ ചേച്ചിക്ക് മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഷെയ്ഡാണെന്ന് തോന്നുന്നു ചേച്ചിക്ക് മേടിച്ചത്. വീഡിയോ എടുക്കുവാണോ എന്തോ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു കളർ ഷെയ്ഡ് എടി ആ നടുക്കത്തെ നല്ല അടി. ആ നടുക്കത്തെ ഷെയ്ഡ് ഉണ്ടോ ഇപ്പം നീ എടുത്തു? എടി അത് പക്ഷേ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡ് അതല്ല. ഞാൻ ബ്ലർ ഷെയ്ഡ് ആയിട്ടായിരുന്നു. അതേതാ ഷെയ്ഡ് നമ്പർ എത്രയാ? അതല്ല എൻ്റെ. അത് ഞാൻ ചേച്ചിക്ക് മേടിച്ചതാണ്. പക്ഷേ ആ ഷെയ്ഡ് നല്ലതാണെന്ന് തോന്നണം. ചുണ്ടിൽ നിർത്തി നോക്കിയാലോ. അങ്ങനത്തെ എന്തൊരു വൃത്തികെട്ട ഷെയ്ഡാണ് എൻ്റെ ഇരിക്കുന്നത്. ഇച്ചിരി ഒരു ന്യൂഡാ അത്. ആ ന്യൂഡ് ഷെയ്ഡാ ബട്ട് വിത്ത് ദ ലിപ് കോംബോ ഉണ്ടല്ലോ. എടി ആ നല്ല അടി. എടി ഇച്ചിരി ഉണ്ടായി കൊടുക്കട്ടെ. ഞാൻ ട്രൈ ചെയ്തു. വീട്ടുകാരെ പറ്റിക്കാനുള്ള അടുത്ത സാധനം ഫ്രീജ് എടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഞങ്ങളിപ്പോൾ പ്രൈമാർക്കിലാണുള്ളത്. കുറച്ച് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാം വാരി വലിച്ചെടുക്കുമായിരുന്നു. അതിന് ഉമ്മ കൊടുത്തിട്ടുണ്ട്. നല്ലതാണ്. കുറച്ച് ലുക്കും ഉണ്ട് അതിന്. 5 ഓക്കെ. ഇല്ല, ആരും അറിയിക്കുന്നില്ല. വരുന്നില്ല എനിക്ക് മണമൊന്നും. ഇതെന്താ അടിച്ചു നോക്കാനുള്ള സാധനം ഇല്ലേടി? ഓ യൂസ്ഡ് ആണോ? വേണ്ട. ഗൈസ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ പ്രൈമാർക്ക് കടയിൽ തന്നെയാണ്. അവിടെ നിന്ന് സാധനം മേടിച്ച് അവിടെ നിന്ന് പെട്ടിയും മേടിച്ച് ആ പെട്ടിക്കകത്ത് ജോസ്ന ജോസഫ് ഇതെല്ലാം കുത്തി കയറ്റി ആ പെട്ടി വലിച്ചുകൊണ്ട് പോകും. വാവ്, നല്ല ഐഡിയ. വളരെ വിദഗ്ധമായി എല്ലാം അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. വെൽ സെറ്റ്. നമ്മൾ പിസ്സ മേടിച്ചു. പിസ്സ കഴിക്കാൻ വേണ്ടി പോവാണ്. അതുണ്ടാവും ഇവിടെ ഷോപ്പ്. ഇത് മറ്റേ പെപ്പറോണിയാണ്. പിസ്സ ഇവിടുത്തെ നല്ല പിസ്സയാണ്. നമ്മൾ ഇതിന് മുമ്പ് കഴിച്ചത്. നമുക്ക് തിന്നിട്ട് വരാം. നല്ല രസമുണ്ട് കാണാൻ. ക്യൂട്ട് ബാഗ്. ഭയങ്കരമായിട്ട് മുഖം പോയി. അപ്പോൾ ഗൈസ് ഞങ്ങൾ സാധനം എല്ലാം മേടിച്ച് തിരിച്ചു പോവാണ്. വന്നപ്പോൾ ഫ്രീ ആയിട്ടായിരുന്നു വന്ന്. ഇപ്പോൾ ഒരു പെട്ടിയുണ്ട് ഇവിടെ. അയ്യോ പിടിക്കടി പിടിക്കടി. ഗൈസ് കണ്ണാണ് അന്നേരത്തെ ഡ്രൈവറിനെ കൊണ്ടാണ്. ലൈസൻസും ഇല്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് ലൈസൻസ് ഒക്കെ. അപ്പം ഇത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ആണോ? ആ എടി ഇവര് പുല്ല് നട്ടേക്കുന്നു. നോക്കിയേ, ഉണ്ടോ പുല്ല് നട്ടേക്കുന്നു? ഇവര് പുല്ല് നട്ടേക്കുന്നുണ്ട്. അതവിടെ ഭയങ്കര വെയിലടിക്കുന്നോണ്ടാ തോന്നുന്നു. ഇവിടെ ആരും വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. ഭയങ്കര വെയിലാണ്. സൂര്യൻ എന്താ ഉദിച്ച് നിൽക്കുന്നു. ഉദിച്ചല്ല, അസ്തമിക്കാനായി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയാണ്. ഇതാ ഞാൻ ശ്രീജയുടെ തല. വാ ഇങ്ങോട്ട്. പെട്ടിക്കുള്ള ഒരു ബുദ്ധിമുട്ട് നടക്കാൻ. വെയിറ്റ് ഉള്ളതുകൊണ്ട് അത്. ആ എടി അവിടെ നല്ല വെട്ടം വരുന്നുണ്ട് മുഖത്തോട്ട്. തിരിഞ്ഞു നോക്ക്. ആ അത് കൊള്ളാം. വ്യൂസ് ഓടും, വ്യൂസ് ഓടും. സ്ലിപ്പിൽ പിടിക്കാൻ ഓടുന്ന ഓട്ടമാണ് ജോസ്ന ജോസഫിന്റെ.
जोशना का लिख है लेकिन एक दिन में लेकिन एक दिन में हिंदी में അപ്പം അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.